ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ടം ഇന്നലെ കഴിഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. എന്നാലും നന്നായിട്ട് പഠിക്കുന്നവർക്കെല്ലാം ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോക്കുന്നവർക്ക് ഇതിൻ്റെ മെയിൻസിലേക്ക് അവർ ക്വാളിഫൈ ആവുമെന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ ഇനി മെയിൻസിൻ്റെ മാർക്കാണല്ലോ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് കാര്യം. അതിൽ മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്. മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് 10 മാർക്ക്. ഈ രണ്ട് മോഡ്യൂളിനെ പറ്റി ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മൊഡ്യൂൾ 3 ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 12 മാർക്ക് മൊഡ്യൂൾ 3യിലും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 8 മാർക്കും. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 20ൽ 20 മാർക്കും വാങ്ങാം. മെയിൻസ് 200 മാർക്കിനാണല്ലോ. പരമാവധി ക്യാപ്സ്യൂൾ ഫോമിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ മൊഡ്യൂൾ 3ഉം 4ഉം മാത്രമല്ല, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം. മൊഡ്യൂൾ 5 കേരളാസ് എക്കണോമിയിൽ നിന്ന് മാത്രം 15 മാർക്കുണ്ട്. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് 30 മാർക്ക്. നന്നായി പഠിച്ചാൽ മാർക്ക് വരാവുന്ന മൊഡ്യൂൾസാണ്. ഇത് നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഇതിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ക്വസ്റ്റ്യൻസ് എന്തായാലും മിക്കവാറും എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് തന്നെ ആയിരിക്കും. നല്ല ഡീപ്പ് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് ഉറപ്പാണ്. ഇനി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 7ഉം മൊഡ്യൂൾ 8ഉം. എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ മൊഡ്യൂൾ 7 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാറ്റിക് എക്കോസിസ്റ്റം, റിവേഴ്സ് ഓഫ് കേരള. ഇതിൽ നിന്നൊക്കെ നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ മൊഡ്യൂൾ 8 ഉണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് എന്തായാലും ഞാനിത് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. ഇതിൻ്റെ നോട്ട്സ് പരമാവധി പ്രിപ്പയർ ചെയ്ത് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് അതിലിടാമെന്ന് ആലോചിക്കുന്നുണ്ട്. നമുക്കിത് ഈ 2 മൊഡ്യൂൾ 20 മാർക്ക്, ഇതൊക്കെ 20ൽ നമുക്കൊരു 18എങ്കിലും കിട്ടണം. നമുക്ക് ഈ പേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നല്ല ടോപ്പ് റാങ്ക് വരാം. അറിയാമല്ലോ, 350 പേർക്ക് ജോലി കിട്ടിയാലായി ഇനി അങ്ങോട്ട്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാനിത് നെഗറ്റീവ് പറയല്ല. ഓരോ ഇത് കഴിയുന്തോറും നിയമനം കുറയുന്നതുകൊണ്ടാണ്. ഈ 9 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 100 മാർക്കിൽ നിന്ന് പരമാവധി നമുക്ക് സ്കോർ ചെയ്യണം. അപ്പം മെയിൻസ് ഇന്നലെ കഴിഞ്ഞവർ, ഒരു നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുള്ളവർ അത്യാവശ്യം പഠിക്കാൻ തുടങ്ങിക്കോളൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഉടനെ തുടങ്ങാം. അതായത് മൊഡ്യൂൾ 8ൽ നിന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ 20 മാർക്ക് നമുക്ക് മൊത്തം മേടിക്കണം, മൊഡ്യൂൾ 3ഉം 4ഉം. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ.